നമ്മളെല്ലാവരും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഉപയോഗിക്കുന്നവരാണല്ലേ. നമ്മൾ ഷോപ്പിംഗ് ചെയ്യാനും അതുപോലെ തന്നെ ഫുഡ് ഓർഡർ ചെയ്യാനും വേറെ പല കാര്യങ്ങൾക്കും നമ്മൾ ആപ്സും ഇൻ്റർനെറ്റും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ ഷോപ്പിംഗ് ആപ്പിൽ നിങ്ങൾ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്പ്ലേ ചെയ്യാണ്, ഒരു സ്റ്റോക്കേ ഉള്ളൂ, 2 സ്റ്റോക്കേ ഉള്ളൂ, 1 മണിക്കൂറേ ഉള്ളൂ, 2 മണിക്കൂറുള്ള ഓഫർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് നോക്കിയതിന് ശേഷം നിങ്ങളത് വാങ്ങിച്ചതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾ തിരിച്ചെന്ന് അതേ ആപ്പിൽ നിങ്ങൾ നോക്കുമ്പോൾ അതേ സ്റ്റോക്ക് അതിലും കുറഞ്ഞ പ്രൈസിന് നിങ്ങൾക്ക് ആ മെറ്റീരിയൽ കിട്ടും എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് 75 രൂപ ഓഫുണ്ട്, 100 രൂപ ഓഫുണ്ട്, 200 രൂപ ഓഫുണ്ട് നിങ്ങൾക്ക് കാണിച്ച് നിങ്ങൾ കൂപ്പൺ കോഡിൽ അപ്ലൈ ചെയ്തതിന് ശേഷവും നിങ്ങളുടെ കാർട്ടിൽ ഒരിക്കലും ആ ഓഫർ റിഫ്ലക്റ്റ് ചെയ്യാത്തതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഗെയിം നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അറിയാതെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൽ നിന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ പൈസ പോയതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇതിനെല്ലാം പറയുന്ന പേരാണ് ഡാർക്ക് പാറ്റേൺസ് അല്ലെങ്കിൽ ഡിസെപ്റ്റീവ് ഡിസൈൻസ്. വളരെ മെനാസിംഗ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ്. വെൽക്കം ടു ടിൻസോ പ്രോ ടോക്സ്. നമസ്കാരം, ഞാനാണ് ടിൻസോ. ദിസ് ഇസ് ടിൻസോ പ്രോ ടോക്സ്. എഡ്യൂക്കേഷൻ, പ്രൊഡക്ടിവിറ്റി, ഹെൽത്ത് ഇതിനെ സംബന്ധിച്ചുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ സമയം ഒരിക്കലും പോകില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നമുക്ക് എന്താണ് ഡാർക്ക് പാറ്റേൺസ് എന്നതിനെ പറ്റി നോക്കാം. ഡാർക്ക് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനികൾ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ആപ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനികൾ നമ്മളറിയാതെ തന്നെ നമ്മളെ ട്രിക്ക് ചെയ്തുകൊണ്ട് കമ്പനികൾക്ക് ബെനിഫിഷ്യലായ രീതിയിൽ നമുക്ക് വേണ്ടാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് ബട്ടൺസ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ ആപ്പിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്യുക. ഇതിനെയാണ് ഡാർക്ക് പാറ്റേൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസെപ്റ്റീവ് ഡിസൈൻസ് എന്ന് ഇതിന് വിളിക്കാറുണ്ട്. ഈ വീഡിയോയിൽ ടോട്ടൽ ഞാൻ 6 ഡാർക്ക് പാറ്റേൺസിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ ഡാർക്ക് പാറ്റേൺസിനും ഒരു സ്റ്റാർ റേറ്റിംഗും ഞാൻ ഓരോന്നിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. 4ാമത്തതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറ്റിപ്പായിട്ട് തോന്നിയിട്ടുള്ളത്. നമുക്ക് കടക്കാം. അതിനു മുന്നേ നമ്മൾക്ക് എന്താണ് UI UX എന്നറിയണം. യൂസർ ഇൻ്റർഫേസ്, അതുപോലെ തന്നെ യൂസർ എക്സ്പീരിയൻസ്. ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്പ് ഡെസ്ക്ടോപ്പ് ആയാലും മൊബൈൽ ആയാലും ടാബ്ലറ്റ് ആയാലും അത് ഡിസൈൻ ചെയ്യാൻ 2 കാറ്റഗറിയിലാണ് മെയിനായിട്ട് കമ്പനികൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മൊത്തം സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്. UI UX, യൂസർ ഇൻ്റർഫേസ്, യൂസർ എക്സ്പീരിയൻസ്. യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആപ്പുമായിട്ട് എങ്ങനെ സംവദിക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. അതായത് കളേഴ്സ്, ബട്ടൺസ്, ലിങ്ക്സ്, ഐക്കൺസ് ഇതൊക്കെയാണ് യൂസർ ഇൻ്റർഫേസ്. യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ ആപ്പ് എന്ത് എക്സ്പീരിയൻസ് ആണ് തരുന്നതെന്ന് നിങ്ങൾക്ക് നോക്കിയാലറിയാം. നിങ്ങൾ എസ്പെഷ്യലി നമ്മുടെ ഗവൺമെൻറ് സൈറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു യൂസർ എക്സ്പീരിയൻസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ പ്രൈവറ്റ് സൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ലൊരു പുതിയ ബാങ്കാണ്, ന്യൂ ജനറേഷൻ ബാങ്ക്സ് ആണ്, അല്ലെങ്കിൽ പുതിയ ഒരു ആപ്പാണ്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതും നമ്മുടെ ഗവൺമെൻറ് സൈറ്റ്സും നോർമൽ ഗവൺമെൻറ് സൈറ്റ്സും ഈ പുതിയ ആപ്സും ഒക്കെ ആയിട്ട് വളരെയധികം വ്യത്യാസം തോന്നാറുണ്ടല്ലോ. അതാണ് യൂസർ എക്സ്പീരിയൻസിൻ്റെ ഡിഫറൻസ്. ഈ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്നാണ്. ആക്ച്വലി അല്ല. ആപ്പ് യൂസ് ചെയ്യുന്നതിന് മുന്നേയും ആപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈവൻ ആപ്പ് യൂസ് ചെയ്തതിന് ശേഷവും മൊത്തത്തിലാണ് ഈ യൂസർ എക്സ്പീരിയൻസ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. ആപ്പ് യൂസ് ചെയ്തതിന് ശേഷം എങ്ങനെ നമ്മൾ അഫക്റ്റ് ചെയ്യുന്നു? അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു, അല്ലെങ്കിൽ ആ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് നമ്മൾ എവിടെയെങ്കിലും കേൾക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇനി ശ്രദ്ധിക്കുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് യൂസർ എക്സ്പീരിയൻസ്. ഇത് പറഞ്ഞ് നമ്മൾ നിർത്താം. അതിനുശേഷം നമുക്കിനി ഓരോ ഡാർക്ക് പാറ്റേൺസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ UI UXനെ പറ്റി നിങ്ങളോട് സംസാരിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഹാരി ബ്രിങ്കിൾ എന്ന് പറഞ്ഞ ഒരു UX സ്പെഷ്യലിസ്റ്റ് ആണ് കമ്പനികൾ ചെയ്യുന്ന ഈ പരിപാടികളെല്ലാം ഡാർക്ക് പാറ്റേൺസ് ആണ് എന്ന് പറഞ്ഞ് ടേം ചെയ്തത്. ആക്ച്വലി ഇത് നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ കാർട്ടുമായിട്ട് വരും നമ്മൾ ചെക്കൗട്ട് ചെയ്യാനായിട്ട്. പക്ഷേ എപ്പോഴും ചെക്കൗട്ട് കൗണ്ടറിൻ്റെ സൈഡുകളിൽ ചെറിയ ചെറിയ വിലയുടെ പല പല ഐറ്റംസ് നിങ്ങൾ കാണാറുണ്ടല്ലോ. ഇതിനാണ് അപ്പ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ഐറ്റംസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബില്ലിനെ അധികമായി ബാധിക്കുന്നില്ല. പക്ഷേ നമ്മളൊരു 10, 20, 30 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം വലിയ വലിയ ബില്ലുകളാവും. ഇതെല്ലാം നമുക്ക് യൂഷ്വലി ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ ഷെൽഫ്സ് സൈഡിലുള്ള അയൽസ് എല്ലാം നിങ്ങളുടെ കണ്ണിൻ്റെ അവിടെ വരുന്ന അയൽസ് എല്ലാം പ്രത്യേക തരം കുറച്ച് എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ആയിരിക്കും. കുറച്ച് താഴെ അല്ലെങ്കിൽ കുറച്ച് മേലെ ആയിരിക്കും കുറച്ച് എക്സ്പെൻസീവ് കുറഞ്ഞ അല്ലെങ്കിൽ പൈസ കുറഞ്ഞ പ്രൊഡക്ട്സ് അവൈലബിൾ ആയിരിക്കുക. ഇതെല്ലാം ഫിസിക്കൽ വേൾഡിൽ ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഇപ്പോൾ ഓൺലൈൻ വേൾഡിൽ വന്നിരിക്കുകയാണ്. നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തെ ഡാർക്ക് പാറ്റേൺ
പ്രീ സെലക്ഷൻ. അതായത് നമ്മുടെ അറിവില്ലാതെ, നമ്മുടെ സമ്മതമില്ലാതെ നമ്മൾക്ക് വേണ്ടി ഓൾറെഡി ചെക്ക് മാർക്ക് ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് ആക്ച്വലി ഡീഫോൾട്ട് എഫക്റ്റ് കോഗ്നിറ്റീവ് ബയാസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഫിനോമിനനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമുക്ക് വേണ്ടി ചെക്ക് ഇൻ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ കോഗ്നിറ്റീവായിട്ടൊരു ബയാസ് നമുക്കുണ്ടാകും. അതായത് അതിലേക്കൊരു ചായ്വ് ഉണ്ടാകും എന്ന് നമുക്ക് പറയാം. അതൊരു സൈക്കോളജിക്കൽ ഫിനോമിനനാണ്. പല ഹ്യൂമൻ ബീങ്സിനും സാധാരണ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കമ്പനികൾ ഇതിനെ മുതലെടുക്കുന്നു. എങ്ങനെ? നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവി ബുക്കിംഗ് ആപ്പിൽ അല്ലെങ്കിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫുഡ് ഓർഡറിങ് ആപ്പിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് അങ്ങോട്ടോ മേലേക്കോ താഴേക്കോ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 രൂപ അല്ലെങ്കിൽ ഒരു 3 രൂപ ഒക്കെ അവിടെ ഓൾറെഡി ടിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് കമ്പനികൾ പറയുന്നു. ഓക്കെ, നോ പ്രോബ്ലം. 2 രൂപ അല്ലെങ്കിൽ 3 രൂപ അല്ല ഇവിടുത്തെ പ്രശ്നം. പല ആപ്പുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പല സോഫ്റ്റ്വെയർസ് പല വെബിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ പല കമ്പനികൾ ഇങ്ങനെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സുകൾ, ഫോൺ നമ്പറുകൾ, നമ്മുടെ സെക്കൻഡ് നെയിം, ഫസ്റ്റ് നെയിം, നമ്മുടെ പാസ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ ഇതൊക്കെ ഡീറ്റെയിൽസ് കമ്പനികൾ ഇങ്ങനെ ഓൾറെഡി ടിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് കമ്പനികൾക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ അറിവില്ലായിരിക്കും നമ്മൾക്ക്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നമ്മൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഈ 2 രൂപ 3 രൂപ ഓക്കെ ഫൈൻ, അല്ലെങ്കിൽ കമ്പനികൾക്ക് നമ്മളോട് എത്തിക്കലായിട്ട് നേരിട്ട് ചോദിക്കാമല്ലോ, നിങ്ങൾ 2 രൂപ നിങ്ങൾക്ക് ഇന്ന പർപ്പസിന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ, അല്ലെങ്കിൽ 3 രൂപ ഇന്ന കുട്ടികളെ സഹായിക്കുന്നുണ്ട് ഞങ്ങളുടെ കമ്പനി, ഇതിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ എന്ന് പറഞ്ഞിട്ട് തയ്യാറാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം എന്ന് പറയുന്ന കമ്പനികളുമുണ്ട്. അങ്ങനെ സാധാരണ എല്ലാ കമ്പനികളും ചെയ്യാറില്ല. അതാണ് പ്രീ സെലക്ഷൻ. നിങ്ങൾക്കറിയാം ഫൈനാൻഷ്യൽ ഇൻഫർമേഷനൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷനൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് തട്ടിപ്പിനിരയാകും. ഈസിയാണ്. ഞാൻ ഇതുകൊണ്ട് ഈ ഒരു പ്രീ സെലക്ഷന് 2 സ്റ്റാറാണ് കൊടുക്കുന്നത്. ഒരു 2 സ്റ്റാർ കൊടുക്കാം. നമുക്ക് രണ്ടാമത്തെ ഡാർക്ക് പാറ്റേണിലേക്ക് പോകാം. ഇതിൻ്റെ പേരാണ് ഹിഡൻ കോസ്റ്റ്, അതായത് മറച്ചു വെച്ചിരിക്കുന്ന ചാർജസ്. നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോഴോ നിങ്ങൾ വലിയ അഡ്വർടൈസ്മെൻറ്റ് വെച്ചിരിക്കുന്നതാണ്. 5555 രൂപയ്ക്ക് നിങ്ങൾക്ക് വിയറ്റ്നാം പറക്കാം എന്ന് പറഞ്ഞ ഒരു അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ 5555 രൂപയ്ക്ക് ഒരിക്കലും വിയറ്റ്നാം വരെ പോകാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആ സൈറ്റ് അല്ലെങ്കിൽ ആ എയർലൈൻസ് നിങ്ങൾ എടുത്തു കഴിയുമ്പോഴായിരിക്കും കുറേ അധികം ഫീസ് അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് വെറും 5555 രൂപ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ എയർലൈൻ താരിഫ് മാത്രമാണ്. അതിനുശേഷം ബാഗേജ് ഫീസ് വേറെയുണ്ട്, നിങ്ങളുടെ ചെക്ക് ഇൻ ഫീസ് വേറെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സർചാർജ് വേറെയുണ്ട്, നിങ്ങൾക്ക് വേറെ അതിന് ഹാൻഡിലിംഗ് ഫീസ് എന്ന് പറഞ്ഞ് വേറെയുണ്ട്, ടാക്സസ് ഉണ്ട്. ഇതെല്ലാം ചേർത്ത് വരുമ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഇരട്ടി അല്ലെങ്കിൽ ഒരു 2 ഇരട്ടിയെങ്കിലും വരുന്നതായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഞാനും ഇതിൽ പെട്ടതാണ്. ആക്ച്വലി എനിക്കും ഈ അതേ അബദ്ധം തന്നെ പറ്റിയതാണ്. കമ്പനികൾ എപ്പോഴും ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിൽ കുഞ്ഞതായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരിക്കലും നോക്കാറില്ല. ആ സ്റ്റാറുകൾ നമ്മൾ നോക്കാറില്ല. ഇതിനെയാണ് ഹിഡൻ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ഫുഡ് ഡെലിവറി ആപ്സിലെല്ലാം ഹൈ ഡിമാൻഡ് ഫീ അല്ലെങ്കിൽ പീക്ക് ടൈം ഫീ അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ അതായത് മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫീ, അതുപോലെ തന്നെ സെർച്ച് ഫീ, കുറേ ആളുകൾ ഒരുമിച്ച് ഒരു സാധനം ഓർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഫീ. ഇതൊക്കെ നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന കോസ്റ്റായിട്ട് നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് അടിയിലേക്ക് പോയി സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്കത് കാണുന്നുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി കുറേ കൂപ്പൺസ് ഒക്കെ അപ്ലൈ ചെയ്ത് ഓഫ് കിട്ടിയിരുന്നു എങ്കിലും നിങ്ങൾ ഇവഞ്ച്വലി നിങ്ങൾക്ക് പൈസ പേ ചെയ്യാനാകുമ്പം ഇതൊരിക്കലും ബ്രേക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഈ സൈഡിൽ കമ്പനികൾ ഇങ്ങനെ വിശദമായിട്ട് എഴുതുമൊന്നുമില്ല. അടിയിലെവിടെയും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകുക. ഇതിനെയൊക്കെയാണ് ഹിഡൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ക്വിക്ക് കൊമേഴ്സ് സൈറ്റ്സുകളെല്ലാം അവിടെ നമ്മൾ ഫ്രീ ഡെലിവറി നമുക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ പോലും നമ്മളത് മാക്സിമം നമ്മളോട് പോയി
ഫ്രീ ഡെലിവറി നമ്മൾക്ക് വേണം എന്ന് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ 20 മുതൽ 30 രൂപ വരെ നമുക്ക് ഡെലിവറി ഫീസ് അവർ ഈടാക്കുന്നതായിട്ടും ഇപ്പോൾ നമ്മുടെ ക്വിക്ക് കൊമേഴ്സ് ആപ്സിലെല്ലാം നമ്മൾ കാണാറുണ്ട്. പുതിയ പുതിയ കമ്പനികളൊക്കെ 10 മിനിറ്റിന് 20 മിനിറ്റ് എന്ന് പറഞ്ഞ കൊച്ചി പരിസരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇത് കാണാറുണ്ട്. ഇതിന് ഞാനൊരു സ്റ്റാർ റേറ്റ് കൊടുക്കും. 3 സ്റ്റാറാണ് ഞാൻ ഈ തട്ടിപ്പിന് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് മൂന്നാമത്തെ ഡാർക്ക് പാറ്റേണിനെ പറ്റി വിശദമായിട്ട് നോക്കാം. വളരെയധികം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് പാറ്റേൺ ആണിത്. കൺഫേം ഷെയ്മിങ് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ ഇമോഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതർവൈസ് ചെയ്യാൻ ഇടയില്ലാത്ത ഒരു സംഭവത്തെ പറ്റി നമ്മളെ ചെയ്യിക്കുകയാണ് നമ്മുടെ കമ്പനി ചെയ്യുന്നത്. അതിനെയാണ് കൺഫേം ഷെയ്മിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഇത് ഇപ്പോഴേ ഉള്ളൂ. ആർ യു ഷുവർ? നിങ്ങൾക്ക് തയ്യാറാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നഷ്ടം സഹിക്കാൻ തയ്യാറാണോ? അതുപോലെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നോ താങ്ക്സ്, ഐ വിൽ റിസ്ക് ഇറ്റ്, അതുപോലെ തന്നെ അപ്ഗ്രേഡ് നൗ എന്ന ബട്ടൺസിൻ്റെ അടിയിൽ ഐ ഡു നോട്ട് വാണ്ട് എ സ്മാർട്ടർ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയുന്നത് ഒരു ഇമോഷണലി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അൺകംഫർട്ടബിൾ ഇമോഷൻസിനെയാണ് നമ്മുടെ ഉള്ളിൽ ഇത് ആക്ച്വലി പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓക്കെ സ്മാർട്ടർ സോഫ്റ്റ്വെയർ, അപ്പം ഞാൻ സ്മാർട്ടല്ല എന്നാണോ പറയുന്നത് എന്നൊക്കെ വിചാരിച്ച് പലപ്പോഴും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നതിൽ വളരെയധികം മാനിപ്പുലേറ്റീവ് ആണ് അവരുടെ ഒരു ഭാഷ. അതായത് നിങ്ങൾ ഈ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന നഷ്ടം വരാം. ശർമ്മ ഈ ഇൻഷുറൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് അയാൾക്ക് 20,000 രൂപയുടെ ലഗേജ് ലോസായി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് നമ്മുടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യിച്ച് ഇൻഷുറൻസ് പോലെയുള്ള സംഭവങ്ങൾ എടുപ്പിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ ഇൻ്റർനെറ്റിൽ ഒത്തിരി ഷോപ്പിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ കൺഫേം ഷെയ്മിങ് എന്ന് പറയുന്ന ഈ ഡാർക്ക് പാറ്റേൺ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഉള്ളതാണ് നോട്ടിഫിക്കേഷൻ. യൂസർ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് നമ്മൾ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പോയി നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കാൻ നോക്കിക്കോ ഒരു ആപ്പിൻ്റെ. ആർ യു ഷുവർ? നിങ്ങൾ പുതിയ ഡീൽസ് നിങ്ങൾക്ക് മിസ്സാവും, അല്ലെങ്കിൽ ഈ ഡീൽ നിങ്ങൾക്ക് മിസ്സാവും, നിങ്ങൾക്ക് വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സീരിയസ് ആയിട്ട് ഡൗട്ട് ചെയ്യിപ്പിക്കുക വരെ ഈ ആപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ചില അൺസബ്സ്ക്രൈബ് ബട്ടൺസ് നമ്മൾ ഇമെയിലിൽ ന്യൂസ് ലെറ്ററൊക്കെ വരുമല്ലോ, അതൊക്കെ അൺസബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവന്മാരെ നമ്മളോട് പറയും വി ആർ സാഡ്, നിങ്ങൾ പോകുന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്, ഞങ്ങളിവിടെ കാത്തിരിക്കും, എന്തുകൊണ്ടാണ് പോകുന്നത് നിങ്ങൾക്ക് പറയാമോ എന്നൊക്കെ പറഞ്ഞൊരു ഇമോഷണൽ ഇമോജിയൊക്കെ ഉണ്ടാവും. അവിടെ കരയുന്ന ഒരു ഇമോജിയൊക്കെ ഉണ്ടാവും. ഡ്യുവലിംഗോ ആപ്പൊക്കെ ഇതിനകത്ത് കുറച്ച് ഫേമസ് ആണല്ലോ. മറ്റേ ഒരു കരയുന്ന എല്ലിൻ്റെ ഒക്കെ പടം അവിടെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെയാണ് കൺഫേം ഷെയ്മിങ് എന്ന് പറയുന്നത്. ഞാൻ ഇതിന് ഒരു 4 സ്റ്റാറാണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് നാലാമത്തെ ഡാർക്ക് പാറ്റേണിലേക്ക് നോക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റിയിരിക്കുന്നത്, നിങ്ങൾക്കും പലപ്പോഴും അബദ്ധം പറ്റിയിരിക്കാവുന്നത്, ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്ന ഒരു ഡാർക്ക് പാറ്റേൺ ആണ് ഫോൾസ് അർജൻസി. അതായത് കമ്പനികൾ അവരുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ അവരുടെ ഓഫർ ടൈം ലിമിറ്റ് ചെയ്തുകൊണ്ട്, ആർട്ടിഫിഷ്യലായി ലിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ റഷ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിക്കുക. ഇതാണ് ഫോൾസ് അർജൻസി. നിങ്ങൾക്ക് ചില സൈറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം നെവർ അഗെയിൻ സെയിൽ, ഇതൊരിക്കലും ഉണ്ടാകില്ല, ലാസ്റ്റ് ചാൻസ് ആണ്, ഒരു ടൈമർ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ടാവും, ഒരു ക്ലോക്ക് അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ ഒരു ഇടിമിന്നൽ ഉണ്ടാവും, ചുമന്ന ഒരു അലാം ക്ലോക്ക് അടിക്കുന്നുണ്ടാവും, വേഗം വാങ്ങും, വേഗമാണ്, ഇന്ന് മാത്രം, നാളെ മാത്രം, ഇപ്പം മാത്രം, 10 മിനിറ്റ് കൊണ്ട് പോകും, 20 മിനിറ്റ് കൊണ്ട് പോകും, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫ് ടൈം ഓഫറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരു ഫോൾസ് അർജൻസി ക്രിയേറ്റ് ചെയ്യുന്ന ഡാർക്ക് പാറ്റേൺസ് നിങ്ങൾ പലപ്പോഴും നോക്കിയിട്ടുണ്ടാവും. ഈ ഡിസെപ്റ്റീവ് ഡിസൈന് ശരിക്കും ഭയങ്കരമായിട്ട് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. പലരും റഷ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് നമ്മളെ പ്രഷറിലാക്കിക്കൊണ്ട് നമ്മളെ കമ്പനീസ് നമുക്കെതിരെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത കമ്പനികൾക്ക് ലാഭമുണ്ടാകാൻ ശ്രമിക്കുന്ന ഒരു ഡാർക്ക് പാറ്റേൺ ആണിത്. നിങ്ങൾ എടുക്കുന്ന ഈ പ്രഷറിൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് ചിലപ്പോൾ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ പല ഈ സെയില് ആ സെയിൽ, അതായത് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, ബിഗ് ബില്യൺ, ഇങ്ങനെ പല സെയിൽസിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ സെയിലിന് മുന്നേ ഉണ്ടായിരുന്ന പ്രൈസ് ആക്ച്വലി കൂടുതലായിരിക്കും. ഒരു 1-2 മാസം മുന്നേ അല്ലെങ്കിൽ 1-2 ആഴ്ച, ഈ പറയുന്ന സെയിലിൻ്റെ 1-2 ആഴ്ച മുന്നേ ഈ പ്രൊഡക്റ്റിന് ഒരു പൈസയാണെങ്കിൽ സെയിലിൻ്റെ തൊട്ട് മുന്നേ പൈസ കൂട്ടും. അതിനുശേഷം സെയിലിന് ഈ ഓഫർ എന്ന് പറയുന്ന പ്രൈസ് ഇതിന് നോർമൽ പ്രൈസ് റേഞ്ച് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സെയിൽ കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കാണാം പല പ്രൊഡക്ട്സിനും സെയിം പ്രൈസിൽ കുറേ സ്റ്റോക്സ് അവൈലബിൾ ആയിട്ട് കാണാം. ഇതൊക്കെ ഡാർക്ക് പാറ്റേൺസ് ആണ്. അതുകൊണ്ടാണ് ഞാനിതിന് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത്. പലപ്പോഴും എനിക്കും പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്കും ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയും. അതുപോലെ തന്നെ 5 സ്റ്റാറിനെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒരു 5 സ്റ്റാർ പരിപാടിയാണ് കേട്ടോ.
നമുക്ക് അടുത്ത ഡാർക്ക് പാറ്റേണിനെ പറ്റി സംസാരിക്കാം. ഡാർക്ക് പാറ്റേൺ നമ്പർ 5, വിഷ്വൽ ഇന്റർഫെറൻസ്. വിഷ്വൽ ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസർ എന്ന നിലയ്ക്ക് നമ്മൾ ഒരു ഇൻഫർമേഷൻ ക്ലിയർ ആയിട്ടും പ്രെഡിക്റ്റബിൾ ആയിട്ടും നമ്മൾക്ക് പ്രസൻറ്റ് ആകപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നോർമൽ ആവശ്യം. പക്ഷേ ആക്ച്വലി കമ്പനികൾ ഇതിനെ ഇൻ്റർഫെറൻസ് ചെയ്ത് പല മറയുടെ അല്ലെങ്കിൽ പല വോൾസിൻ്റെ അല്ലെങ്കിൽ പല കളേഴ്സിൻ്റെ മറവിൽ ഇതിനെ വെക്കും. അതിനെയാണ് വിഷ്വൽ ഇൻ്റർഫെറൻസ് എന്ന് പറയുന്നത്. പല കളർ തീംസ് ഇതിനെ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ചില ആപ്സ് ഉപയോഗിക്കുമ്പോൾ കാണാം. എസ്പെഷ്യലി ഗെയിംസിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. നമ്മൾ ചെറിയ ഗെയിംസ്, പെട്ടെന്ന് ഫെയിൽ ആകുന്ന ഗെയിംസ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഗെയിംസ് പോകുമ്പോൾ അതെല്ലാം പച്ച ബട്ടണായിരിക്കും കണ്ടിന്യൂ എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു 5 ലെവൽ അല്ലെങ്കിൽ 6 ലെവൽ അല്ലെങ്കിൽ 5 സ്കോർ 6 സ്കോറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് കാണാൻ പറ്റും ഈ കണ്ടിന്യൂ പച്ച കളറ് കണ്ടിന്യൂവിനായിരിക്കില്ല, പേ അല്ലെങ്കിൽ പർച്ചേസിനായിരിക്കും ഈ പച്ച കളർ. ചില ഗെയിംസ് ഒക്കെ ഭയങ്കര നൊട്ടോറിയസ് ആണ് ഇത് ചെയ്യുന്നതിൽ കേട്ടോ. അറിയാണ്ട് നമ്മൾ നമ്മൾ ഗെയിം പെട്ടെന്ന് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് വരെ നമ്മൾ പർച്ചേസ് ചെയ്യും. നമ്മുടെ ഗൂഗിൾ പേയിലൊക്കെ ഓട്ടോ പേയ്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കാർഡ് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ നമുക്ക് പർച്ചേസ് അവിടെ ടിക്ക് ചെയ്ത് വെക്കാം. അതായത് നമുക്ക് പർച്ചേസിന് ഓട്ടോമാറ്റിക് ഒത്തൻറ്റിക്കേഷൻ വേണ്ട എന്നൊക്കെ നമുക്ക് ടിക്ക് ചെയ്ത് വെക്കാം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഒക്കെ പൈസ പോകുന്നതിന് വേറെ കണക്കൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചില ആപ്സ് നോട്ടിഫിക്കേഷൻ, ഇൻസ്റ്റഗ്രാം ഇതിനൊരു ഫേമസ് ആണ്. നോട്ടിഫിക്കേഷൻസ് ഇവർ ലോക്ക് ചെയ്ത് വെക്കും. അതായത് നോട്ടിഫിക്കേഷൻ ഇവർ തരില്ല. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവും കുറേ നോട്ടിഫിക്കേഷൻസ് ഒരുമിച്ച് വരുന്നു. നമ്മളിട്ട ഒരു പൂച്ചയുടെ പടം അല്ലെങ്കിൽ ഒരു ബൈക്കിൻ്റെ പടമൊക്കെ പെട്ടെന്ന് നമുക്ക് കുറേ നോട്ടിഫിക്കേഷൻ, അവർ ലൈക്ക് ചെയ്തു ഇവർ ലൈക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ഡോപ്പമിൻ റഷാണ് വരുന്നത്. ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് നമ്മളെ. അങ്ങനെ നമ്മൾ ആപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യാനൊക്കെ ഈ പാറ്റേൺസ്, ഈ ഡാർക്ക് പാറ്റേൺ, വിഷ്വൽ ഇൻ്റർഫെറൻസ് എന്ന് പറയുന്ന ഡാർക്ക് പാറ്റേൺ കമ്പനികൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ചില ആപ്പുകൾ ചില നോട്ടിഫിക്കേഷൻസ് വേറെ സൗണ്ടിലായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഗ്രീൻ കളറിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് വന്നെന്നിരിക്കാം. അതുപോലെ തന്നെ അവരുടെ ഒരു ആപ്പ് ഒരു സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ സൗണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ട്രെയിനിൻ്റെ വരുന്ന സൗണ്ട് പോലെ നമുക്കത് സുപരിചിതമാണല്ലോ ആ സൗണ്ടൊക്കെ. അതുപോലെ തന്നെ എയർപ്ലെയിനിൻ്റെ സൗണ്ട് ഇതൊക്കെ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ തരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന സൗണ്ടാണല്ലോ. അതുപോലെ തന്നെ ഈ ആപ്പിനെ പറ്റി പെട്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പെട്ടെന്ന് നമുക്ക് ആപ്പിനെ പറ്റി ചിന്ത വരാനായിട്ട് ഈ കമ്പനികൾ ഈ വിഷ്വൽ ഇൻ്റർഫെറൻസ് അതുപോലെ തന്നെ ഓഡിയോ ഇൻ്റർഫെറൻസ് എന്നുള്ള രീതികളിലൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങൾ UX ഡിസൈനർമാർ കള്ളന്മാർ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാനിതിന് ഒരു 4 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും. നമുക്ക് 6ാമത്തെ ഡാർക്ക് പാറ്റേണിനെ പറ്റി നോക്കാം. ഇതിന്റെ പേരാണ് ട്രിക്ക് വേർഡിങ്. നമ്മളൊരു യൂസർ എന്ന നിലയ്ക്ക് നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടുകയാണ്. ഈ കമ്പനികൾ കൺഫ്യൂസിങ് അല്ലെങ്കിൽ മിസ്ലീഡിങ് ആയിട്ടുള്ള ചില വാക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ആർ യു ഷുവർ യു വാണ്ട് ടു ക്ലോസ് യുവർ അക്കൗണ്ട്, ക്യാൻസൽ അല്ലെങ്കിൽ കണ്ടിന്യൂ. എന്താണ് നിങ്ങളിവിടെ ഞെക്കാൻ പോകുന്നത്? ക്യാൻസൽ ബട്ടൺ അമർത്തുമോ അല്ലെങ്കിൽ കണ്ടിന്യൂ ബട്ടൺ അമർത്തുമോ? നമ്മൾ കുക്കി സെറ്റിങ്സിലൊക്കെ നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മൾ വേറെ വെബ്സൈറ്റ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ കുക്കി സെറ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ. ഈ കുക്കി സെറ്റിങ്സ് നമ്മൾ സെറ്റ് ചെയ്തതിന് ഏറ്റവും അവസാനത്തിന് ശേഷം ഇവർ പറയും അക്സെപ്റ്റ്, അല്ലെങ്കിൽ ഇവർ കൺഫ്യൂസിങ് ആയിട്ട് നമ്മളോട് പറയും കണ്ടിന്യൂ. എന്താണ് അക്സെപ്റ്റ് ഓൾ ആണോ, അല്ലെങ്കിൽ അക്സെപ്റ്റ് നമ്മൾ സെലക്ഷൻ ആണോ, അല്ലെങ്കിൽ കണ്ടിന്യൂ എന്ന് പറയുന്നത് എന്താണ്, എല്ലാം സെലക്ട് ചെയ്യാനാണോ? ഇതൊക്കെ ഭയങ്കര അന്നോയിങ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ യൂഷ്വലി ഫ്രീ ഡൗൺലോഡ് ചെയ്ത എന്തൊരു സാധനമാണെങ്കിലും നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറേ അധികം ഡൗൺലോഡ് ബട്ടൺസ് കാണാം. ഡൗൺലോഡ് ദിസ്, ഡൗൺലോഡ് ദാറ്റ്, അവിടെ ഒരു ഡൗൺലോഡ്, ഇവിടെ ഒരു ഡൗൺലോഡ്, മേലെ ഒരു ഡൗൺലോഡ്, താഴെ ഒരു ഡൗൺലോഡ്, ചെറിയ ഡൗൺലോഡ്, വലിയ ഡൗൺലോഡ്. ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആണ്. ഇതിനകത്ത് കറക്റ്റ് ഡൗൺലോഡ് ബട്ടൺ ഞെക്കിയില്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ കാര്യം പോക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കാതെ ഏതെങ്കിലും സൈറ്റിലേക്ക് പോകും. വേറെ എന്തെങ്കിലുമൊക്കെ ആപ്സ് ഒക്കെ അല്ലെങ്കിൽ വൈറസുകളൊക്കെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഫ്രീ സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ഫ്രീ മറ്റേ ഇമേജസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളാണല്ലോ നമ്മൾ. ഇതിനെയാണ് ട്രിക്ക് വേർഡിങ് എന്ന് പറയുന്നത്. ഇതിന് ഞാനൊരു 4 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഡാർക്ക് പാറ്റേൺസ് അല്ലെങ്കിൽ ഡിസെപ്റ്റീവ് ഡിസൈൻസ് ഇത്ര സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് വേൾഡ് വൈഡ് ഡിസ്കഷൻ ഇപ്പോൾ നടക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺസിൻ്റെ ഒക്കെ ഉപയോഗം കഴിഞ്ഞ ഒരു 10 വർഷം
ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പേരൻസ്, കുറച്ച് എൽഡറിലായിട്ടുള്ള ആളുകൾ, ഇംഗ്ലീഷ് കറക്റ്റായിട്ട് അറിയത്തില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജസിൽ മാത്രം പ്രാവീണ്യമുള്ള ആളുകൾ, ഇത് നമ്മുടെ ആപ്സും കാര്യങ്ങളും ഒക്കെ യൂഷ്വലി ഇംഗ്ലീഷിലായിരിക്കുമല്ലോ. അപ്പോൾ പല ഡിസെപ്റ്റീവ് പാറ്റേൺസ് അല്ലെങ്കിൽ ഡിസെപ്റ്റീവ് ഡിസൈൻസ് അല്ലെങ്കിൽ ഡാർക്ക് പാറ്റേൺസ് വെച്ചിട്ട് പല ഇൻഫർമേഷൻസും കമ്പനികൾ ചോർത്തുന്നു, അവരുടെ അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനൊക്കെ എടുപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പല പരാതികളിലും മൊത്തം വേൾഡിൽ തന്നെ കുറേ കമ്പനികൾ ശരിക്കും പ്രതിരോധത്തിലായിട്ടുണ്ട്. കുറേ കമ്പനികൾക്ക്, ലിങ്ക്ഡിൻ പോലുള്ള കമ്പനികളൊക്കെ പബ്ലിക്കായിട്ട് ഇത് ഭയങ്കര പ്രശ്നമാണ്. $13 million ഒക്കെ ഫൈൻ ഇടതായിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അതുപോലെ തന്നെ പല കോണുകളിലും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില ലോസിൻ്റെ അഭാവം കൊണ്ട് ഇത് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മുടെ കമ്പ്യൂട്ടറിലെ വൈറസുകൾ, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ, നമ്മുടെ ആപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മൈക്രോഫോൺ, ക്യാമറ, ഈ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്ട്സ് വരെ ആക്സസ് ചെയ്യുന്ന ആപ്സ്, നമ്മുടെ പല കോണ്ടാക്ട്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ കോണ്ടാക്ട്സ് ഒക്കെ ആയിരിക്കും. അവരുടെ ഫോണിലേക്കൊക്കെ വെറുതെ മെസ്സേജ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കാണാം. നിങ്ങൾ ചില ലിങ്ക്സിലൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പല ആളുകളിലേക്ക് വെറുതെ അനോണിമസ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് പോകുന്നതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെയാണ് ഈ ഡാർക്ക് പാറ്റേൺസിൻ്റെ പ്രശ്നം. സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഈ ചില വെബ്സൈറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ ചില ആപ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എത്രയോ കമ്പനികളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനായിട്ടും അവരുടെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാനായിട്ടും ഈ ഉപയോഗിക്കുന്ന ആപ്പ് തന്നെ സെല്ല് ചെയ്യുന്നത്. ആ ആപ്പുകൾ അല്ലെങ്കിൽ ആ അതായത് ഇൻഫർമേഷൻ കിട്ടുന്ന കമ്പനികൾ ഇത് പല തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും. ഇതാണ് ഇതിൻ്റെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ. അതുകൊണ്ടാണ് ഈ ഡാർക്ക് പാറ്റേൺസിനെ പറ്റി നമുക്ക് അവോയ്ഡ് ചെയ്യണം. ഇത് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ ഇതിനുണ്ട് എന്നതിന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു യൂസർ എന്ന നിലയ്ക്ക് എങ്ങനെ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡിഫെൻസ്? ദ ബെസ്റ്റ് ഡിഫെൻസ് എന്ന് പറയുന്നത് ഈ ഡാർക്ക് പാറ്റേൺസിനെ പറ്റി നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പല ഡാർക്ക് പാറ്റേൺസിനെ പറ്റും. ഇനിയെങ്കിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെക്ക് മാർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടോന്നോ, നിങ്ങൾക്ക് ചെക്ക് മാർക്സ് ഒക്കെ ഏതെങ്കിലും ഡീഫോൾട്ട് ആയിട്ടുണ്ടോന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്ക് വേർഡിങ് യൂസ് ചെയ്യുന്നുണ്ടോന്നോ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കമ്പനികളൊക്കെ ഷെയിം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഹാരി ബ്രിങ്കോൾ എന്ന് പറഞ്ഞൊരു US സ്പെഷ്യലിസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പുള്ളിക്കാരൻ ഒരു സൈറ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. darkpatterns.org എന്ന് പറഞ്ഞ സൈറ്റ് ഇപ്പോൾ deceptive.designs എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള കുറേ അധികം കമ്പനീസ് അവിടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ കമ്പനികളൊക്കെ പോയിട്ട് ഹോൾ ഓഫ് ഷെയിമിൽ നിങ്ങൾ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് ഹോൾ ഓഫ് ഷെയിമിൽ അവരെ കോൾ ഔട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ട്വിറ്ററിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അവരുടെ സോഷ്യൽ മീഡിയ കമൻസിലൊക്കെ നമുക്കിവിടെ പറയും എന്താണ് കമ്പനി ഇങ്ങനെയൊക്കെ ചെയ്യാമോ, നമ്മുടെ ഡാറ്റയൊക്കെ ഇങ്ങനെ നമ്മൾ അറിയാണ്ട് ചോർത്താമോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്യുക എന്നുള്ളത്. ഭയങ്കര അനോയിങ് ആണ് ഈ കമ്പനീൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ. ഇപ്പം ഞാൻ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അല്ലാതെ വേറെ പല എസ്പെഷ്യലി സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മൊബൈൽ ഫോണിൽ ഓഫ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ വൈഫും ഇതുപോലെ തന്നെയാണ്. കാരണം ഭയങ്കര അനോയിങ് ആണ് ഇവരുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ. പെട്ടെന്നുള്ള ഡോപ്പമൈൻ റഷ്, അല്ലെങ്കിൽ നമ്മളെന്തോ മിസ് ഔട്ട് ചെയ്യുന്നു, നമ്മളെ കൊണ്ട് അൺവാണ്ടഡ് പർച്ചേസ് ഒക്കെ ഈ ആപ്സ് ചെയ്യിക്കുന്നു. അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമുക്കൊരു ചായ കുടിച്ചാലോ എന്നൊക്കെയുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാതെ തന്നെ നമ്മളിത് ഞെക്കിപ്പോൾ നമുക്ക് വേണ്ടാത്തതാണ്. നമുക്ക് അവിടെ അടുക്കളയിൽ പോയിട്ടൊരു ചായ ഇട്ട് കുടിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചാൽ മതി, അതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ അടുത്ത് 100-200 രൂപയൊക്കെ കമ്പനികൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗുഡ് ന്യൂസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഗവൺമെൻറ്റ്സ് ഒക്കെ ഇതിനെ അക്നോളജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഒക്കെ പുതിയ റൂൾസ് ഒക്കെ ഇതിനായിട്ട് വരുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ASCI ആണ് അത്. അതുപോലെ തന്നെ US നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫെഡ്, അവിടുത്തെ ഗവൺമെൻറ് ഒക്കെ ഓൾറെഡി ക്ലിക്ക് ടു സബ്സ്ക്രൈബ് ആണെങ്കിൽ അതുപോലെ തന്നെ ക്ലിക്ക് ടു ക്യാൻസൽ എന്ന് പറയുന്ന റൂളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്ന് ഉള്ളത് നമ്മൾ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സ് എന്ന് പറയുന്നവർക്ക് ഗുഡ് ന്യൂസ് തന്നെയാണ്. എന്നാലും നമ്മൾ പുതിയ ഈ കമ്പനികൾ ഇവർ പുതിയ ഐറ്റംസ് ഒക്കെ ആയിട്ട് വരും നമ്മുടെ അടുത്ത്. ഈ UX ഡിസൈനേഴ്സ് എത്തിക്കലായിട്ട് ചെയ്യുന്ന കമ്പനികളിലാണെങ്കിൽ പോലും ചില കമ്പനികളിൽ UX ഡിസൈനേഴ്സിന് വേറെ വഴിയില്ല. അവർക്കറിയാം അവർ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് ഇത് ചെയ്യുമെന്ന്. അവരും നിസ്സഹായ
ധൈര്യമാണ്. അതുകൊണ്ട് അവർ ഇത് ചെയ്യും. അത് നമ്മൾ അവെയർ ആയിട്ടിരിക്കണം. പുതിയ പുതിയ പാറ്റേൺസ് ഇത് വന്നുകൊണ്ടേയിരിക്കും. കമ്പനികൾ എപ്പോഴും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇന്നോവേറ്റീവ് ആയിട്ടിരിക്കുകയും ചെയ്യും. അവരുടെ സർവീസസ് നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സൊമാറ്റോയിലോ അല്ലെങ്കിൽ സ്വിഗ്ഗിയിലോ നമ്മൾ ഏതെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു സമയത്തിന് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ആക്കാം. നമ്മൾ കറക്റ്റായിട്ടുള്ള പർച്ചേസ് ആണ് നടത്തിയതെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ആ നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കാം. അതാണ് ഞാൻ ചെയ്യുന്നത്. അതും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. ഫുഡ് ഡെലിവറി ആയതിനു ശേഷം 1 സെക്കൻഡ് എടുക്കുള്ളൂ. ഓർത്ത് അല്ലെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ആ നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കി വെക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ കമ്പനികൾ സ്മാർട്ട് ആകുമ്പോൾ നമുക്കും കൂടെ സ്മാർട്ട് ആകാം. കുറേ അധികം ഡാർക്ക് പാറ്റേൺസ് കൂടി ഉണ്ടോ എല്ലാം ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ 2 വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്യുക. നിങ്ങൾ സാധാരണ നിങ്ങൾ യൂസ് ചെയ്യുന്ന കമ്പനീസിലൊക്കെ ആ ലിസ്റ്റിലുണ്ടോ അവരുടെ ഹോൾ ഓഫ് ഷെയിമൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ നിങ്ങളുടെ പേരൻസിന്, നിങ്ങളുടെ കുറച്ച് എൽഡർലി ആയിട്ടുള്ള കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻ്റർനെറ്റിൽ എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടെ. നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് നിങ്ങളുടെ 9 to 5 ജോബ് എങ്ങനെ ബ്രേക്ക് എടുക്കാം അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പ്രൊഡക്ടിവിറ്റി മേഖലകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ സമയത്തിന് വാല്യൂ ഉള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കീപ് പുഷിംഗ് ഇൻ ദ ജിം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.